പച്ചക്കായ വെച്ച് ഒരു അടിപൊളി തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കായ വേവിച്ച് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ശേഷം കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ചവ വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി മൂക്കേണ്ട കാര്യമില്ല. 3 കഷ്ണം വറ്റൽമുളക്, ചെറിയ തണ്ട് കറിവേപ്പില, ചെറിയ കഷ്ണം പച്ചമുളക് ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി 2 കഷ്ണം, ഒരു ചെറിയ സവോളയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ വഴറ്റണ മുമ്പ് ചെറിയ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായി ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ കായ വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചത്. കാശ്മീരി മുളക് പൊടി, അതോടൊപ്പം തന്നെ ചെറിയ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് കുറച്ച് എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടി, ലേശം ഗരം മസാല. അതിൻ്റെ കൂടെ തന്നെ അരമുറി തേങ്ങ ചിരണ്ടിയതുണ്ട്, അതും ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിനി കായ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കാം. നമ്മുടെ കായത്തോരൻ റെഡിയായിരിക്കുകയാണ്. നമുക്കൊരു പ്ലാസ്റ്റിക്കിലേക്ക് മാറ്റിയേക്കാം.